ഭൗതികപരമായ വിഷയങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം ആഗ്രഹിക്കുകയും ഈ ജീവിതത്തിൻ്റെ യഥാർത്ഥ സത്യമായിട്ടുള്ള പരമാവസ്ഥയിലേക്ക് എത്തണം എന്നും ആഗ്രഹിക്കുന്ന ഒരു സോളായിരിക്കും, അല്ലെ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സോളായിരിക്കും 12th ഹൗസ് ആത്മകാരകൻ പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ഹൊറോസ്കോപ്പിൻ്റെ ആള്. മോക്ഷത്തിനെ കുറിച്ച് നന്നായിട്ട് ആഗ്രഹിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ്. ത്യാഗം, സമർപ്പണം, ഏകാന്തവാസം, ധ്യാനം, ഉപാസന, ജപം ഇത്യാദി വിഷയങ്ങളിലൂടെ തൻ്റെ ആത്മാവിനെ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്തിക്കാൻ ഇവർ ശ്രമിക്കുകയും ചെയ്യും. ഒരു നല്ല ആത്മകാരക ഗ്രഹം ബലവാനായിട്ട് 12 നിന്നാൽ, പ്രത്യേകിച്ച് മോക്ഷമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രഹം വ്യാഴം, അല്ലെങ്കിൽ വ്യാഴം 12 നിൽക്കുന്ന വേറൊരു കുഴപ്പമുണ്ട് പറയാം, അല്ലെങ്കിൽ ശനിയൊക്കെ നിന്നാൽ ഒരു മോക്ഷസ്ഥാനമല്ലേ 12. ആത്മീയ ഉന്നതിയുടെ അൾട്ടിമേറ്റ് അല്ലേ മോക്ഷം. സർവ പ്യൂരിഫിക്കേഷൻ്റെയും അവസാനത്തെ തിരിച്ചറിവാണ് ഞാനും ഈശ്വരനും ഈ പ്രപഞ്ചവും സർവ്വതും ഒന്നാണ്, എൻ്റെ തന്നെ റിഫ്ലക്ഷനാണ് ഈ പ്രപഞ്ചം എന്നുള്ളത് അല്ലേ. ആ ഒരു തിരിച്ചറിവല്ലേ അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്. ജീവിതത്തിലെ ഒരുപാട് ഭൗതികപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരുപാട് ചലഞ്ചസ് ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവർ ഒറ്റപ്പെട്ടു പോകും, ജയിൽവാസം, പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയി പെട്ടുപോകും, പുറം രാജ്യങ്ങളിൽ പോയി പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഏകാന്തവാസം നയിക്കേണ്ടതായിട്ട് വരും. ആടുജീവിതം എന്നൊക്കെ പറയുന്ന പോലെ ഒരു വല്ലാത്ത മോശാവസ്ഥയിലൂടെ നിസ്സഹായത, മരണതുല്യമായിട്ടുള്ള, മോക്ഷതുല്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. നഷ്ടം, ചിലവുകൾ വരും, അത് നിമിത്തമുള്ള ബുദ്ധിമുട്ടുകൾ വരും, ചിലപ്പോൾ ആ നിമിത്തം നാട് വിടേണ്ടി വരും. അതൊക്കെ ഓരോ ഗ്രഹത്തിനനുസരിച്ച് വരും. എന്നാൽ ചില ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ഒരാളുടെ 12 ആത്മകാരകനായിട്ട് വ്യാഴം 12 നിൽക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി ഒരു വലിയൊരു ക്ഷേത്രം അങ്ങ് പണിഞ്ഞു. അതായത് കുറേ ആൾക്കാരെ കൂട്ടിയിട്ട് ഏകദേശം ഒരു 3-4 കോടി രൂപ മുടക്കി. കുറേ പൈസ പുള്ളിയുടെ കയ്യിൽ നിന്ന് ചിലവ് ചെയ്തു. അത് കൂടാതെ കുറേ ആൾക്കാരെ മുടക്കി ഒരു വലിയ ക്ഷേത്രം, ഒരു അതിഭയങ്കരമായിട്ടുള്ളൊരു വലിയ പാറയിൽ കൊത്തിയെടുത്ത 3-4 കോടി ഒരു വലിയ ക്ഷേത്രം അങ്ങ് പണിഞ്ഞു. അപ്പോൾ ഈശ്വരീയ വിഷയങ്ങൾക്ക് വേണ്ടി ധനം മുടക്കാം. അപ്പം ഒരുപാട് പേർക്ക് മോക്ഷത്തിലേക്കുള്ള വഴിയും ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു സൗകര്യമായത്.